ചവറായിട്ട് തോന്നിയില്ല. ഒരു റിയലിസ്റ്റിക് ത്രില്ലർ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. അതായത് ചില ആൾക്കാർക്ക് വേണ്ടി സ്ലോ ആയിട്ട് തോന്നാം, പക്ഷേ ഈ അഞ്ചാം പാതിര പോലെ കണ്ടിന്യൂസ് നമ്മൾ എന്ത് സസ്പെൻസ് കാണിച്ച് അങ്ങനെ പോകുന്നതല്ല. പക്ഷേ റിയലിസ്റ്റിക് ത്രില്ലറാ സംഭവം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റിയലിസ്റ്റിക്, നമ്മൾ സാധാരണ ഒരു കേസ് അത് അന്വേഷിക്കുന്ന ഒരു സീറ്റ് അഡ്ജസ്റ്റ് ത്രില്ലർ അങ്ങനത്തെ ടൈപ്പല്ല, ഒരു റിയലിസ്റ്റിക് അതേ ഉള്ളൂ. ഒരു കാലഘട്ടമൊക്കെ നന്നായിട്ട് എല്ലാവരും പെർഫോമൻസും കാര്യങ്ങളും എല്ലാവരും നന്നായിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ട്. അപ്പോൾ അത് ഇല്ല, അങ്ങനത്തെ ഒരു ചവറായിട്ട് തോന്നിയില്ല. ഒരു റിയലിസ്റ്റിക് ത്രില്ലർ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലില്ല, മടുപ്പിക്കുന്നില്ല. ചിലപ്പോൾ ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. എന്നാൽ റിയലിസ്റ്റിക് ആയതുകൊണ്ട് ആ ഒരു സ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു സീറ്റ് അടിച്ച് ത്രില്ലറൊന്നും അല്ല. സ്ലോ പേസ് ആണ് പടം. കഥ പറയുമെങ്കിലും സ്ലോ പേസ്. ചിലപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് വന്നേക്കാം. ആ ഒരു രീതിയിലാണ് നിർത്തുന്നത്, അങ്ങനെയാണ് നിർത്തുന്നത്. ഡീസൻറ്റ് ത്രില്ലറാണ്. നമ്മൾ സാധാരണ നമ്മുടെ മലയാളത്തിൽ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ആ ഒരു ത്രില്ലർ ജോണറല്ല. ഒരു 80s 90s നടക്കുന്ന കഥയല്ലേ, വളരെ ഡീസൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ സൂപ്പർബായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ത്രില്ലറല്ല, പിന്നെ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ കുറേ നാളായിട്ടൊരു സൈക്കോപാത്ത് ത്രില്ലേഴ്സിൻ്റെ ആണ് കഥ വരുന്നത്. അങ്ങനെയല്ല, അതിൽ നിന്ന് മാറിയിട്ട് കറക്റ്റായിട്ടൊരു പോലീസിൻ്റെ കേസ് അന്വേഷണം എങ്ങനെയാണോ, അതായത് ഒരു മൊബൈലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റും ഒന്നും അത്ര ആക്റ്റീവ് അല്ലാത്ത സമയത്തുള്ള കേസ് അന്വേഷണം എങ്ങനെയാണ്, അത് വളരെ ഡീസൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ട്. സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്, ഡയറക്ഷൻ നന്നായിട്ടുണ്ട്, ആക്ടിങ് എല്ലാവരുടെയും. പ്രത്യേകിച്ച് ടോവിനോയുടെയൊക്കെ ഒരു നമ്മുടെ മുഖത്തിൽ പണ്ട് ലാലേട്ടൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. അത് ടോവിനോ തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ ഇൻഡെപ്തിലുള്ള ഒരു ഫീൽ വെച്ചിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അത് നന്നായിട്ട് തന്നെ ടോവിനോ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. സ്ലോ പേസ് എന്നല്ല, നമ്മുടെ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സ്പീഡ് ഇതിനുണ്ട്. സ്ലോ പേസ് ഒന്നും പറയാൻ പറ്റില്ല. അതായത് ചില ആൾക്കാർക്ക് വേണ്ടി സ്ലോ ആയിട്ട് തോന്നാം, പക്ഷേ ഈ സിനിമ ഇങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ആ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പേസ് സിനിമയ്ക്ക് ഉണ്ട്. അതെ അതെ അതെ, നല്ല ത്രില്ലറാണ്, ഡീസൻറ്റ് ത്രില്ലറാണ്. നമ്മൾ സാധാരണ കണ്ടും അടുത്തിട്ടുള്ള ഒരു ത്രില്ലറല്ല. ഇല്ലല്ല, ഒട്ടും മുഷിപ്പിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. പടം ബിലോ ഇൻ ആവറേജ്, കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ടൈം പാസ് ചെയ്യാം, അല്ലാതെ ഈ പറയുന്ന പോലെ വലിയ ഇതൊന്നുമില്ല, ഫീൽ ചെയ്യുന്നില്ല. കാര്യം നമ്മൾ വേറെ കുറേ പടങ്ങളും കാര്യങ്ങളെല്ലാം സെയിം അന്വേഷണം കാര്യങ്ങളും, അല്ലാതെ അതിൻ്റെ അകത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരു ഇത് വേറെ ഇല്ല. ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് കണ്ടിരിക്കാം, ഒരു പ്രാവശ്യം നമുക്ക് കാണാം. ഡീസൻ്റ് ആയിട്ട് അത്രേ ഉള്ളൂ, അതിനകത്ത് അപ്പുറത്തേക്കൊന്നുമില്ല. സ്ഥിരം ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ ഇത് പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന കൊലപാതകത്തെ ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പം അതിനനുസരിച്ച് ഇപ്പം നമുക്ക് എവിഡൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിനുള്ള മിഷൻസും ഇതൊക്കെ ഉണ്ടല്ലോ. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ നമ്മളെ ത്രൂ ഔട്ട് ത്രില്ല് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുന്ന പഴയകാല ത്രില്ലർ ഇപ്പോൾ എടുത്താൽ ഇങ്ങനെ ഇരിക്കും. ആ രീതിയിലാണ് സിനിമ വന്നിരിക്കുന്നത്. നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, മുഷിപ്പിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്യാമറ വർക്കും സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. എന്ന് വെച്ചാൽ ഈ നമ്മൾ അഞ്ചാം പാതിര പോലെ കണ്ടിന്യൂസ് നമ്മൾ എന്ത് സസ്പെൻസ് കാണിച്ച് അങ്ങനെ പോകുന്നതല്ല, പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇരട്ട പോലെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ കൊള്ളാം, അടിപൊളി.